ചോദിച്ച് 3 ലോകവും ചതിച്ചു വാങ്ങും. പിന്നീട് മഹാബലിക്ക് പാർക്കാൻ പാതാളവും സമ്മാനിക്കും. നമുക്ക് ആനന്ദിക്കാൻ ഇതിലപ്പുറം എന്തുണ്ട്? പക്ഷേ ശുക്രാചാര്യരെ മാത്രമേ നമുക്ക് ഭയക്കാനുള്ളൂ. അദ്ദേഹം ഇതറിഞ്ഞാൽ മഹാബലിയെ ദാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും. ചതി തന്നെ. മഹാബലിയെ ചതിക്കാൻ ദേവന്മാരുടെ കൂട്ടായ പദ്ധതിയാണിത്. ഗുരു, അവിടുന്ന് തന്നെ മഹാബലിയെ വിവരങ്ങൾ ധരിപ്പിച്ച് പിന്തിരിപ്പിച്ചാൽ ദേവന്മാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? എത്ര വളർന്നാലും ശിഷ്യൻ പലപ്പോഴും ഗുരുവിന് ദുഃഖമാകുന്നു. മഹാബലി ദാനധർമ്മത്തിൽ അഗ്രഗണ്യനാണെന്നുള്ള ഭാവനയിൽ അഹന്ത പ്രാപിച്ചുപോയി. ധർമ്മനിഷ്ഠനാണെങ്കിലും നമ്മുടെ വാക്കിനെ അനുസരിക്കാനിടയില്ല. അങ്ങനെ ഗുരുനിന്നയിലും തന്മൂലം ആപത്തിലും പെടും. വാമനന്റെ ചതിയിൽ അവൻ അറിഞ്ഞുകൊണ്ടകപ്പെടും. ഈ കാര്യങ്ങൾ ചക്രവർത്തിയോട് വെളിപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ. എന്തു ചെയ്യാനാവുമെന്ന് നാം ഒന്ന് ചിന്തിക്കട്ടെ. ബ്രാഹ്മണകുമാര, അങ്ങയുടെ വിനയത്തിലും ജ്ഞാനത്തിലും നാം അതീവ സന്തുഷ്ടനാണ്. നാം എന്താണ് അങ്ങേക്ക് നൽകേണ്ടത്? രാജ്യമോ, ദേശമോ, മന്ദിരമോ, രത്നങ്ങളോ, ഗോക്കളോ? എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. ചോദിക്കാൻ നാണക്കേടുണ്ട്. നമുക്ക് ചെറിയൊരു ആഗ്രഹമേ ഉള്ളൂ. സമാധാനത്തോടു കൂടി തപസ് ചെയ്യാനൊരിടം. അതും അധികം വേണ്ട. 3 അടി മണ്ണ് മാത്രം. 3 അടി. അവിടുന്ന് പറയുന്നിടത്ത് നാം തന്നെ പാദം കൊണ്ട് അളന്നെടുത്തേക്കാം. 3 അടി ഭൂമിയല്ല, ഒരു ഭൂപ്രദേശം തന്നെ നാം അങ്ങേക്ക് നൽകാം. വേണമെങ്കിൽ ഒരു രാജ്യവും. അടിയന് ദേശങ്ങളോ ഗോപുരങ്ങളോ ആലയങ്ങളോ വേണ്ട. നമുക്കാകെ വേണ്ടത് 3 അടി മണ്ണ് മാത്രമാണ്. നമുക്കത് മതി. ആരെവിടെ? വാൽക്കിണ്ടിയിൽ നിന്ന് വാമനന്റെ കയ്യിലേക്ക് ജലം പകർന്നു കിട്ടിയാൽ ദാനകർമ്മം പൂർത്തിയാവും. പക്ഷേ ശുക്രാചാര്യർ അത് അനുവദിക്കുന്ന ലക്ഷണമില്ല. അയാൾ കൊട്ടാരത്തിലേക്ക് പോയി കഴിഞ്ഞു. അരുത്. ദാനധർമ്മം പഞ്ചധർമ്മങ്ങളിൽ പ്രധാനം തന്നെ. പക്ഷേ ഇത് ചതിയാണ്. വാമനന് 3 അടി മണ്ണ് നീർവീഴ്ത്തി ദാനം ചെയ്താൽ അവൻ 3 ലോകവും അടക്കി അളന്നുകൊണ്ടുപോകും. ഒരു നാം വാമനന് വാക്കു കൊടുത്തുപോയി. ഇനിയും വൈകിയിട്ടില്ല. ഗുരുവിന്റെ വാക്കാണെന്ന് കരുതി പ്രവർത്തിച്ചുകൊള്ളൂ. പിന്നീട് ഒരിക്കൽ വരാൻ പറഞ്ഞ് അയാളെ സന്തോഷത്തോടെ മടക്കി അയക്കൂ. നമ്മുടെ ആജ്ഞയെ തെളിഞ്ഞറിഞ്ഞ് പ്രവർത്തിച്ചാൽ അങ്ങേക്ക് രക്ഷപ്പെടാം. യഥാമതം കൊടുത്ത വാക്ക് എങ്ങനെ മാറ്റുമെന്നുള്ള ശങ്കയാണെങ്കിൽ കേട്ടുകൊള്ളൂ. കുട്ടികൾ തമ്മിൽ കളി പറയുമ്പോഴും അമിതമായി ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന നിലവരുമ്പോഴും അസത്യമാകാം. ഗുരു, അവിടുന്ന് ക്ഷമിച്ചാലും ബ്രാഹ്മണകുമാരനോട് ഇനി വാക്കുമാറ്റി പറയുന്നത് ഉചിതമല്ല. ആപത്തുകൾ എന്തു തന്നെ വന്നാലും. നീ നിന്റെ ഗുരുവിന്റെ വാക്കുകളെ അപമാനിച്ചു. ത്രിഭുവനങ്ങളിലുള്ള ഒരു ശക്തിക്കും നിന്നെ ഇനി രക്ഷിക്കാനാവില്ല.
അങ്ങോട്ട് മാറിക്ക മാറിക്കല്ലോ കലിയുഗമിതറിക ചതുർയുഗമിതിൽ മനുഷ്യർക്കു മുക്തിക്കുതകുന്ന ധർമ്മ സംരക്ഷണം പരമഗുരു കനിവിനോടു നിർവഹിച്ചിടുന്ന സൗവർണകാലമീ കാലം കലിയുഗം. യുഗചരിതമറിയാത്ത ഗുരുമഹിമയോരാത്ത പിതൃശുദ്ധിയില്ലാത്ത ശൂദ്രന്റെ രക്ഷയ്ക്ക് 2444 ആചാര്യർ വന്നു പിറന്നതാണീ യുഗം. കൃഷ്ണനും മോസസും ബുദ്ധനും ക്രിസ്തുവും കാരുണ്യവാനാം നബി തിരുമേനിയും ആദ്യമായി യുഗധർമ്മമത്യുജ്വലം ഘോഷിച്ച പുണ്യം